ഈ 16-ാം കേരള നിയമസഭ കഴിഞ്ഞ കാല സഭകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ സ്വന്തം വീഴ്ചകൾ മറച്ചുപിടിക്കാൻ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സമീപനമാണ് സഭയിലുണ്ടായിരുന്നത്. ആ കാര്യത്തിൽ ഇവർ രണ്ടുപേരും പരസ്പരം സഹകരിക്കുന്ന നിലപാടാണ് ഉണ്ടായിരുന്നത്. LDF ഭരിച്ചിരുന്ന കാലത്ത് പിണറായി വിജയൻ സർക്കാർ അവരുടെ വീഴ്ചകൾ മറച്ചുപിടിക്കാൻ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയപ്പോൾ വസ്തുതകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആ കാലത്ത് UDF തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ പുതിയ സഭയിലും അതേ സമീപനം തുടരാൻ ഉള്ള അവരുടെ ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ നടപ്പിലാവാത്ത ഒരു സ്ഥിതി ഭാരതീയ ജനതാ പാർട്ടി നിയമസഭയിൽ അംഗങ്ങളായതോടുകൂടി ഉണ്ടായിരിക്കുകയാണ്. ഞങ്ങൾ 3 പേര് നിയമസഭയിൽ എത്തിയതോടുകൂടി ഏകപക്ഷീയമായി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന, കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ എല്ലാ വീഴ്ചകളുടെയും ഉത്തരവാദിത്തം കെട്ടിവെച്ച് സ്വയം രക്ഷപ്പെടുന്ന പതിവ് സമീപനം, ആ പതിവ് സമീപനം സാധ്യമല്ലാത്ത സ്ഥിതിയാണ്. മാത്രമല്ല, ഇന്ത്യയുടെ പാരമ്പര്യത്തെയും സ്വാതന്ത്ര്യ സമരത്തെയും അടക്കം അപഹസിക്കുന്ന സമീപനം, വന്ദേ മാതരത്തെയും ഭാരത് മാതാവിനെയും അപഹസിക്കുന്ന സമീപനം, ആ സമീപനങ്ങൾ ഇനി കേരളത്തിൻ്റെ നിയമസഭയിൽ മറുപടിയില്ലാത്ത രീതിയിൽ പോകുന്ന ഒരു സ്ഥിതി, ആ സ്ഥിതി അവസാനിച്ചിരിക്കുകയാണ്. ഇന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു അംഗം ഇന്നലെ ഞാൻ നടത്തിയ പരാമർശത്തിന് മറുപടിയായിട്ട് കൊണ്ടുവന്നത് 1913 മറ്റു ചരിത്രമാണ്. എന്നിട്ട് പറഞ്ഞത് ഇവരുടെ പാർട്ടിയുടെ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഒരു കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത സമീപനം, ആദ്യം സാമ്രാജ്യത്തിൻ്റെ യുദ്ധമാണെന്ന് പറഞ്ഞു, അതിനുശേഷം ആ ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന സമീപനം സ്വീകരിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ ഏത് തരത്തിലുള്ള അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ചാണ് ഇവർ വിശേഷിപ്പിച്ചത് എന്നും ചരിത്രമാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇന്ത്യക്ക് വാസ്തവത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയിച്ചവരായിരുന്നു ആ കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് സഭയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ 3 അംഗങ്ങൾ ഉണ്ടായതോടുകൂടി കേരളത്തിൻ്റെ നിയമസഭയിൽ പുതിയൊരു അധ്യായം തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ CPMൻ്റെ മുതിർന്ന ഒരു നേതാവായിട്ടുള്ള ശ്രീ SS ബിജുവിനെ ഈ സന്ദർഭത്തിൽ ഇവിടെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. SS ബിജു എനിക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളാണ്. സൈനിക് സ്കൂൾ വാർഡിൽ ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം ദീർഘകാലത്തെ CPMൻ്റെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരാളാണ്. ആർട്സ് കോളേജിൽ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കോളേജ് യൂണിയൻ കൗൺസിലറും ചെയർമാനുമായിരുന്നു. അതിനുശേഷം 17 വർഷക്കാലം, 24-ാമത്തെ വയസ്സ് തൊട്ട് 17 വർഷക്കാലം കഴക്കൂട്ടം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഏരിയ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗവും ഏരിയ സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന ആളും എന്നുള്ള നിലയിൽ കഴക്കൂട്ടം മണ്ഡലത്തിലെ CPMൻ്റെ നെടുന്തൂണുകളിൽ ഒരാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്.